ഞാൻ വായിച്ചതൊക്കെ അവൾ തന്ന പ്രേമലേഖനങ്ങളായിരുന്നു. ഇല്ലെങ്കിൽ എവിടെ എത്തേണ്ട ആളാ? ജഗവട പ്രണയത്തെ മാത്രം തള്ളിപ്പറയരുത്. ഇന്ദുലേഖ അവള് പെണ്ണ്, അവള് പറഞ്ഞത് കറക്റ്റ്. ഇങ്ങേരെ ഒന്ന് ഉഷാറാക്കി എടുക്കാൻ നല്ല റൊമാൻറ്റിക് ആയ ഒരു പെണ്ണ് വേണം. പ്രേമിക്കണം. പ്രേമിച്ചു തുടങ്ങിയാ പിന്നെ അച്ചായ മുത്തേ, നിങ്ങളുടെ മുന്നിൽ ഈ അവിഞ്ഞ പഞ്ചായത്തില്ല, നിങ്ങൾ മേടിക്കുന്ന MLA ഇല്ല, ചാലക്കനില്ല, കുരുവിളയില്ല, മലിനമായ പുഴയില്ല, മണ്ണില്ല, ആകാശമില്ല. പ്രണയം, പ്രണയത്തിന്റെ അനുഭൂതി മാത്രം. വേണക്കൂട്ടാ, നീയോ നശിച്ചു, ഇവനെ കൂടെ നശിപ്പിക്കല്ലേ. ഒന്ന് പോയെ. എന്തായാലും ഇന്ദുലേഖ കണ്ടപ്പിന്നെ ഉന്നച്ചായന്റെ മുഖത്ത് ഒരു ഇളക്കം തട്ടിട്ടുണ്ട്. അത് ശരിയാ. ദീപത്തിന് ഈ മുഖത്തിനൊരു 10 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറയും. ഇറങ്ങി വാ ചായ. പ്രേമത്തിനെന്നും 16 വയസ്സാ. വള്ളിനിക്കറിൽ നിന്നും ഒറ്റമുണ്ടിലേക്ക് കയറുന്ന പ്രായം. ഞാനിപ്പോ അവിടെ നിൽക്കാടാ. അച്ചായ, ഇപ്പോഴാണ് നിങ്ങളൊരു മനുഷ്യനായത്. നിന്റെ വല്ലോണ്ടാടാ എനിക്ക് പറ്റിയത്? എന്ത്? പ്രേമിക്കാൻ. ഉന്നച്ചോ ഈ പ്രായത്തിൽ എന്താണ്? അച്ചായ, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ലീലാവിലാസങ്ങൾ മുഴുവൻ നടത്തിയ ആ ഓടക്കുഴൽ അങ്ങയുടെ ഈ ചുണ്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ മുഖത്ത് നോക്കി ആ ചുണ്ടം നനയ്ക്കാ മതി. അവൾ നാദം കേൾക്കും, രാഗം തിരിച്ചു തരും. അനുരാഗം. ഒരു കീഴാറ്റൂർ. It's okay. Please. മാഡം, ഈ ആപ്ലിക്കേഷൻ ഇത് സാറിനെ കാണിക്കണം. ഇവിടെ സൈൻ ചെയ്യണം. പിന്നെ ഈ കുളത്തിന്റെ താഴ്ത്തും. ഈ ഷർട്ട് നന്നായിട്ടുണ്ട്. ഞാനൊരു ഷർട്ട് മേടിച്ചെന്ന ഡെപ്യൂട്ടി ഡയറക്ടർ കൊടുത്തേക്ക്. എന്ത് ഷർട്ടോ? ഈ ലെറ്റർ ചെല്ലേ. ഇത് പുതിയ ആപ്ലിക്കേഷനാ. ആള് പുറത്തു വന്നിട്ടുണ്ട്. ജൂലി? യെസ്. എന്റെ പേരെങ്ങനെ? ഇരിക്കൂ. ഈ ആപ്ലിക്കേഷനിലുണ്ട് റോസ് വില്ല കിള്ളിത്താഴത്ത്. ഓ റൈറ്റ്, ഞാൻ അത്ര ചിന്തിച്ചില്ല. ഈ പെർഫ്യൂം ഡയർ? യാ, ദാറ്റ്സ് മൈ ഫേവറേറ്റ്. എനിക്കും ഇഷ്ടമാണ്. 10 yearsആയി ഞങ്ങള് ബഹ്റൈനിൽ സെറ്റിൽഡ് ആണ്. ഹസ്സും മോനും അവിടെ. കഴിഞ്ഞ കുറച്ചു നാളായി ബിസിനസ്സൊക്കെ ഡള്ള. അതുകൊണ്ട് ഇവിടെ കൂടെ എന്തെങ്കിലും തുടങ്ങാന്ന് വെച്ചു. ഷൈൻ ആൻഡ് സ്മൈൽ ബ്യൂട്ടി പാർലർ. നല്ല പേര്. താങ്ക്സ്. പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ? സാറിന് എന്തായാലും വേണ്ട.
ഈ ആപ്ലിക്കേഷന്റെ കൂടെ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ വേണമെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എനിക്കാണെങ്കിൽ ഇവിടെ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. ജൂലിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഓ താങ്ക് യു സർ. സാറിന്റെ നമ്പർ 9445 8 അല്ല 7. സോറി ജൂലിക്ക് കോൺസെൻട്രേഷൻ ഇല്ല. സാറ് തെറ്റിച്ചതാ. താങ്ക് യു സർ. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. വിളിക്കണം, വിളിച്ചോളൂ. ഷുവർ സർ. നമ്പർ തന്നില്ല. ഓ സോറി, മറന്നു. നോട്ട് ചെയ്തു സർ. 9847074575. ഞാൻ ആരോടും ഒന്നും പറയാഞ്ഞിട്ടാ. എനിക്കൊരു പരാതിയില്ല, പരിഭവവും ഇല്ല. ഇപ്പൊ തന്നെ നീ കണ്ടില്ലേ, നീ 11 മണിക്ക് വന്നപ്പോ ഞാൻ വിളിച്ചു, പിന്നെ നീ വിളിച്ചു, എടുത്തോ. ഇതാ ഇപ്പൊ സ്വഭാവം. ഓഫീസിലല്ലേ ചേച്ചി, ഫോണ് ചിലപ്പോൾ സൈലന്റിലായിരിക്കാം. അതിന് ചേച്ചി ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് വിഷമമൊന്നുമില്ല. ഇനി വിഷമം ഉണ്ടെന്ന് പറഞ്ഞാലും അത് കേൾക്കാൻ ഇവിടെ ആരുമില്ല. എന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് നാളെ എത്രയെന്നറിയോ? ഒന്ന് ചിരിച്ചിട്ട് എത്ര നാളായെന്നറിയോ? വെക്കാനും വിളമ്പാനും ഒരാള്. അതാ ഇപ്പൊ ഞാൻ. അളിയും വരട്ടെ, ഞാൻ സംസാരിക്കാം. നീ ഒന്നും സംസാരിക്കണ്ട. ഇനി ഇതിന്റെ പേരിൽ നീ അച്ചായനുമായിട്ട് മുഷിയണ്ട. അങ്കിളെ, ഓ. ഈ ഫോണിന് എത്ര രൂപയായി? അതിന് ഇന്ത്യൻ മണി ഒരു 50,000. ഓ മൈ ഗോഡ്, 50,000 രൂപയോ? അപ്പയുടെ ഒരു ഭാഗ്യം. അപ്പൊ ഇതിനോ? 2,000. ഈ ഡ്യൂപ്ലിക്കേറ്റാ? ഇന്നേ ഡ്യൂപ്ലിക്കേറ്റാ? 2,000 തന്നെ ഓവറാ. നീ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് രേഷ്മയ്ക്ക് കൊണ്ടേ കൊടുക്ക. കൊടുക്കണോ? കൊടുക്കണം. അമ്മ എടുത്താ വാ. വാടാ. 2,000 രൂപയില് മോശമില്ല. എന്താടോ പഠിക്കുന്നത് കണ്ടോ? പാസ്സാവോ? ഇല്ലെങ്കിൽ നീ എപ്പോ വന്നു? ആ, ഞാൻ ഉച്ചക്കെത്തി. അളിയനെ ഒരുപാട് തവണ വിളിച്ചിരുന്നു. ഓഫീസിൽ എപ്പോഴും തിരക്കല്ലേ, അപ്പൊ സൈലന്റ് ആക്കി ഇടും. ഇപ്പോഴും സൈലന്റാ, അത്രയ്ക്ക് കോളുകളാ വരുന്നത്. ഇന്ന് മാത്രമല്ല, എന്നും സൈലന്റാ. അല്ല, ഇപ്പൊ സൈലന്റിലാണെങ്കിൽ എന്താ? അളിയന് ഞാനൊരു പുതിയ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര വില കൂടിയ ഫോണൊക്കെ നിങ്ങൾ ഗൾഫുകാരുടെ മതി. എന്റെ പഴയ ഒരു ഫോൺ ഉണ്ട്, അത് തന്നെ ധാരാളം. എങ്കിൽ ഈ ഫോൺ ഞാൻ എടുക്കാം. ഇപ്പൊ കിട്ടിയതാ. ദേ എന്റെ പുതിയ ഫോൺ കണ്ട. കോണിയാക്ക, ഇത് വെറും ടോണിക്കല്ലേ? സൈലന്റിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സൈലന്റ് ആക്കി ഇട്ടത് ഞാൻ അറിയാതെ അടിച്ചു തുടങ്ങിയ. പഞ്ചായത്തിൽ നിന്നാ. ചിരിച്ചല്ലോ. പഞ്ചായത്തിൽ നിന്ന് കോള് വന്നിട്ട് ചിരിക്കുന്നത് ആദ്യമായിട്ടാ. ഇത്ര അത്യാവശ്യം. മിനിസ്റ്ററെ ഞാൻ വിളിച്ചോളാം. ഹലോ. ഹായ് സർ, ഞാൻ ജൂലിയ. മനസ്സിലായി. എന്റെ കോൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ? യെസ്. വൈ? അപ്പേ ചായ. ഇപ്പൊ വേണ്ട. അതെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങിയിട്ട് വിളിച്ചാ മതിയോ? ഇറ്റ്സ് ഓക്കെ സർ. സാറ് വിളിച്ചോളൂ, ഞാൻ എപ്പോഴും ഫ്രീയാ. ബൈ. ബൈ സർ. ജോസ്മോൻ ഇന്ന് പോവാണോ? അവൻ പോണോന്നും പറഞ്ഞ് മുള്ളേ നിക്കുവാ. ഉന്നച്ചായന്റെ വായിരിക്കുന്നത് എന്ന് കേക്കും, അതുറപ്പാ. പോയിട്ട് ഒരുപാട് കാര്യം ആന്റി, അതാ. ഓ, അച്ചായൻ സമ്മതിക്കത്തില്ല. നീ നോക്കിക്കോ. മോള രേഷ്മ. അറിയാം. ജിനി ഇവളൊരു സ്കൂളിലാ പഠിക്കണേ, പക്ഷെ ഒരു ക്ലാസ്സിലല്ല. പറഞ്ഞിട്ടുണ്ട്. എന്നാലും എപ്പോഴും രണ്ടാളും ഒരുമിച്ചാ. ആ, അതും പറഞ്ഞിട്ടുണ്ട്. ഉന്നച്ച സാർ എന്തേ? കുളിക്കാൻ കയറിയിരിക്കുക. ഇനിയിപ്പൊ കലാപരിപാടി തുടങ്ങണമല്ലോ. ഓ, അതാണ് മോളുടെ അച്ഛൻ. അപ്പൊ ഗിരിജാണ്ടിയുടെ ഓടി നടന്നു. മൂപ്പര് ചൊവ്വയിലും ഞങ്ങള് ഭൂമിയിലോ. ചൊവ്വയിലോ? ആ, ഓഫീസ് വിട്ട് വന്നാലുടൻ കമ്പ്യൂട്ടറിലാ. ആദ്യം നാസ, പിന്നെ ചൊവ്വ. ചൊവ്വയിൽ ഇപ്പൊ വെള്ളം ഉണ്ടോന്നുള്ളതാ മൂപ്പരുടെ ടെൻഷൻ. ഉപഗ്രഹം ഇരട്ട പേര്. മിണ്ടാരിടാ. ജോസേ, ഞാൻ ഈ കുപ്പി എടുക്കാം. വിളിക്കുന്നുണ്ട്. ആ ശരി. ഇനിയിപ്പോ മദ്യത്തെ നിന്ദിച്ചു എന്നുള്ള പേര് വേണ്ട. അതെ, ജോസ്മോൻ ഇന്ന് തന്നെ പോണോന്നും പറഞ്ഞ് കിടന്ന് കയറ് പൊട്ടിക്കുക. പൊയ്ക്കോട്ടെ, നേരത്തെ പോയാൽ നേരത്തെ വീടെത്താം. കേട്ടല്ലോ.
അളിയൻ പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോലായിരുന്നു. നീ പോവെന്ന് പറഞ്ഞ എന്റെ ദേഷ്യം അച്ചായന്. ഓ, അതുകൊണ്ട് തന്നെയാ അങ്ങനെ പറഞ്ഞത്. ആണോ? നമ്മുടെ എന്താണ് പാട്ടൊക്കെ? വെള്ളമടിയാണോ? ഏയ് അങ്ങനൊന്നുമില്ല. വല്ലപ്പോഴും 1-2 പെഗ്. അല്ല, വല്ലപ്പോഴും കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലേ. അപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആണല്ലേ? പിന്നെ എന്ന് വെച്ച് എണ്ണം കൂട്ടണ്ട. ഹലോ, ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരുമോ? ഞാൻ നല്ല വൈനൊക്കെ ഉണ്ടാക്കി തരാം. ഞാൻ വരാം. ഞാൻ വരും. വരണം. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മുടെ അടുത്ത് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യവും സന്തോഷവും. ബട്ട് ഞാൻ ഹാപ്പി ആണോന്ന് എന്റെ ഹസ് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. സാറ് വൈഫിനോട് ചോദിക്കാറുണ്ടോ? പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ചയോടെ ചോദിച്ചാ. അങ്ങനെ വേണം. അത് നമ്മുടെ കടമയല്ലേ. ഇപ്പൊ ഞാൻ വന്ന് ചോദിച്ചല്ലോ, അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാണ്. അഗസ്റ്റിന് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ടൈമുണ്ട്. എന്നെ വിളിക്കാൻ മാത്രം ടൈമില്ല. സർ, ഞാനൊരു സത്യം പറയട്ടെ? പറഞ്ഞോളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് എപ്പോഴാണെന്ന് പറയട്ടെ? എപ്പോഴാണ്? ഒറ്റയ്ക്കിരുന്ന് കവിത എഴുതുമ്പോ. ജൂലി കവിത എഴുതുവോ? കവയത്രയാ? കവിയത്രയൊന്നുമല്ല, ബ്യൂട്ടീഷ്യനാ. പക്ഷേ സർ, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. ഞാൻ വിളിക്കാം. എന്തായി? ട്രാക്കിലായ? വീട്ടിലോട്ട് വിളിച്ചു. വീട്ടിലോട്ടാ? വീട്ടിലിറക്കി ഉണ്ട്? ആരുമില്ല. അപ്പൊ എന്ത് തീരുമാനിച്ചു? നാളെ പോവാൻ തീരുമാനിച്ചു. അവൻ ഞാൻ നാളെ ലീവാ. എന്തിന്? കൂടെ വരണ്ടേ? ഇവനെ ആ ഏരിയയിൽ അടുപ്പിക്കില്ല. കൊണ്ടുപോകാൻ പറ്റിയ ഒരാളെ. അയ്യോ, ജോലി. നീ ഇത് പിടിക്കേ. എനിക്ക് സമയമനുമില്ല. ആകെ ടെൻഷനായി. അങ്ങനെ ജൂലിയുടെ അനുരാഗാനം പോലെ. നാളെ അഗസ്റ്റിൻ വരും. ഇത്ര പെട്ടെന്ന്? പുള്ളിയുടെ ബ്രദർ ഹോസ്പിറ്റലിൽ ICUലാണ്. ഇവിടല്ല, നാട്ടിലാ. അപ്പൊ ജോലിക്ക് പോണ്ടേ? ഞാൻ അഗസ്റ്റിന്റെ വീട്ടുകാരുമായി അത്ര ചേർച്ചയിലല്ല. അയ്യോ, അതെന്ത് പറ്റി അങ്ങനെ? അതൊക്കെ ഒരു കഥയാണ് സർ. എന്റെ അഗസ്റ്റിന്റെയും പ്രണയവിവാഹമായിരുന്നു. അന്നു മുതലുള്ള ഇഷ്യൂസാ. അപ്പോ പ്രണയം പണ്ടേ ഉണ്ടല്ലേ? അതെ, ഞാൻ പ്രണയത്തിന്റെ തടവുകാരിയാ. എനിക്കിപ്പം സാറിനെ കാണണമെന്നുണ്ട്. ഫോണിൽ വീഡിയോ കോൾ ഉണ്ടോ? ഈ ഫോണിലില്ല. വീഡിയോ ഉള്ള ഫോൺ വീട്ടിലുണ്ട്. ആണോ? ഞാൻ നാളെ കാണിച്ചു തരാം. ശരി. ചേച്ചി, ഞാൻ ഒരു സെൽഫി എടുത്തിട്ട് തരാം. അത് വേണ്ട. അതപ്പ വെറുതെ ഒരു ജാടയ്ക്ക് പറഞ്ഞല്ലേ. ഇത്ര നല്ലൊരു ഫോൺ വേണ്ടെന്ന് വെക്കാൻ നിന്റെ അപ്പ അത്ര മണ്ടനൊന്നും അല്ല. മണ്ടൻ എന്റെ ആങ്ങള. അവൻ തന്നപ്പോ നേരിട്ട് വാങ്ങിക്കാനായിരുന്നല്ലോ ബുദ്ധിമുട്ട്. മനുഷ്യന്റെ കാര്യമല്ലേ ഇപ്പൊ പറയുന്നല്ലോ, പിന്നെ പറയുന്നല്ലേ. എന്നാ അപ്പയുടെ പഴയ ഫോൺ എനിക്ക് താ. എന്റെ മോക്ക് ഇപ്പൊ വേണ്ടത് ഈ ഫോണല്ല, നല്ല നാടൻ കോഴിമുട്ടയും പശുവും പാലുവാ. അത് വാങ്ങിച്ചതല്ലേ പറ, അപ്പ ഡീൽ ചെയ്യാം. ജിനി, അല്ലെങ്കിലും നിനക്കിപ്പോ ഫോണിന്റെ ആവശ്യമില്ല. അതൊക്കെ കുഴപ്പാവും. അല്ലെങ്കിലും കുഴപ്പാ. അതെ, അപ്പയെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ കിടക്കണ്ട. ചെല്ല, അവിടെ കിടന്നാ മതി. എടി, ഞാൻ കിടത്തില്ല. അങ്ങനെ ഇപ്പൊ ഇവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ചെല്ല. എടി, ഞാൻ എന്ത് ഇത്? ചെല്ല്. നോക്കണ്ട, കിടത്തില്ല. മൊബൈലിൽ പോയി നീ എന്തിനാ അമ്മയോട് നീ എന്നെ മേടിക്കും. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഹലോ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അഞ്ചോട്ടിന്. അതുകൊണ്ട് ചാലക്കൻ ഈ കസേരയിലിരുന്ന് ഈ പഞ്ചായത്ത് ഭരിക്കും. ചാലക്കൻ ഇങ്ങനെ പിൻസി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ് നട്ടലും വിവരമില്ലാത്ത തിലോത്തമനെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയത്. ഇന്ന് രാവിലെ പല്ലാരമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഫാദർ പുളിക്കം വിളിച്ചിരുന്നു. എന്തിനു ബാബു? സ്കൂളിന്റെ സിൽവർ ജൂബിലിയാണേ. സ്വാഗത സംഘം രൂപീകരിക്കണം. അതിന് 10-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് മീറ്റിംഗ് ആണ്. പഞ്ചായത്ത് പ്രസിഡന്റാണ് അധ്യക്ഷൻ. ഞാൻ പോകത്തില്ല ബാബു. അയ്യോ, പോയേ പറ്റൂ. വേറെ ഒന്നും കൊണ്ടല്ല ബാബു, ഞാനൊരു ഹൃദ്രോഗിയാണെന്നുള്ള കാര്യം മാത്രം മറക്കരുത്. ഒറ്റ അറ്റാക്കിൽ 2 തുളയാ.
അച്ഛന്റെ സാറന്മാരുടെ മുന്നിൽ നിന്ന് പ്രസംഗിച്ചാൽ എന്റെ മുട്ടടിക്കും, ബോധം കെട്ട് വീഴും, ചിലപ്പോ ആശുപത്രിയിൽ വരെ ആകും. പിന്നെ ഒറ്റ വകയേ ഉള്ളൂ. എന്താ ബാബു? അന്ന് രാവിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, ഉച്ചക്ക് ഞാൻ വിളിച്ച് പറഞ്ഞോളാം പ്രസിഡന്റ് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലാണ്. അയ്യോ അത് വേണ്ട ബാബു, പനിയെന്ന് പറഞ്ഞാ മതി ബാബു, അവര് പേടിക്കട്ടെ. നേരം വെളുക്കുന്ന മുതൽ വിളിയല്ലേ, ഉദ്ഘാടനം, അനുമോദനം, അനുശോചനം, ആദരാഞ്ജലി, കല്ലിടൽ, പേരിടൽ. എഴുത്തും വായനയും അറിയാത്ത ഞാൻ എങ്ങനെ പ്രസംഗിക്കാനാ ബാബു? ഇങ്ങനെ പോയാൽ ആശുപത്രിയിൽ സ്ഥിരമായിട്ടൊരു കട്ടിൽ പറയായിരിക്കും നന്നാവുക. ആണോ? പിന്നെ ഇന്ന് കമ്മിറ്റിയില് പഞ്ചായത്തിലൊരു ജനറേറ്റർ വാങ്ങുന്ന കാര്യം തീരുമാനം എടുക്കണം. വിഷയം പ്രസിഡന്റ് അവതരിപ്പിക്കണം. ഞാനോ? ബാബു എഴുതരും, പഠിപ്പിക്കും, ജലത പിന്താങ്ങും. താങ്ങുന്ന കാര്യം ഞാൻ ഏറ്റു. എനിക്ക് ഡൗട്ടുണ്ട്. ഒരു ഡൗട്ടും വേണ്ട, താങ്ങിയിരിക്കും. ആണ്. പ്രസിഡന്റ് പന്നരക്ക് തുടങ്ങണം. അവിടെ അവനാണ് എണീറ്റ് നിൽക്കേണ്ടത്. പക്ഷെ അവൻ നിൽക്കല്ലേ. തത്തമ്മനെ കൊണ്ട്. പിന്നെ പ്രവേട്ടാ, നിങ്ങൾ ചെയ്തത് ശരിയായില്ല കേട്ടോ. എന്ത്? ഈ ചാലക്കിന് ഇവിടെ കസേര ഇട്ട് കൊടുത്തത് എന്തിനായിരുന്നു? അതെന്താ റജി? ജാതിക്കും മതത്തിനും അതീതമായിട്ട് കുറച്ച് ചായക്കടകൾ കൂടിയേ നമ്മുടെ നാട്ടിൽ ബാക്കിയുള്ളൂ. നിങ്ങളൊക്കെ കൂടി അതില്ലാതാക്കരുത്. ഇരുട്ടിലാണ് നമ്മുടെ പഞ്ചായത്ത്, വെളിച്ചം കൊണ്ട് വരണ്ടേ? അതുകൊണ്ടാണ് ഒരു ജനറേറ്റർ വാങ്ങാൻ ഭരണസമിതി തീരുമാനിച്ചത്. അതും ഓട്ടോമാറ്റിക്. കറണ്ട് പോയത് പോലും നമ്മൾ അറിയില്ല. ഫാനുകൾ താനേ കറങ്ങും, ബൾബുകൾ താനേ തെളിയും. ഈ ജനറേറ്റർ ഊമയായിരിക്കും. ഊമയോ? അതാരാ പ്രസിഡന്റ്? സൈലൻസ് പ്ലീസ്. സൗണ്ട്ലെസ് ജനറേറ്റർ ആയിരിക്കും. അതാണോ? ഇതിനൊക്കെയുള്ള ഫണ്ട് നമ്മൾ ഈ ചെറിയ പഞ്ചായത്തിൽ ഉണ്ടാവും സെക്രട്ടറിയെ. അത് തന്നെ. പ്ലാൻ ഫണ്ടിൽ നിന്ന് ഓഫീസിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കാവുന്നതാണ്. അങ്ങനെ പറഞ്ഞു കൊടു സെക്രട്ടറി. പ്രതിപക്ഷത്തിന് ഒന്നേ പറയാനുള്ളൂ, വികസനത്തിന് ഞങ്ങൾ എതിരില്ല. പക്ഷേ ടെൻഡറുകൾ സുതാര്യമായിരിക്കണം, പൊതുജനങ്ങൾക്ക് അത് ബോധ്യപ്പെടണം, അഴിമതി നടക്കരുത്. എന്നാ മനോഹരമുള്ള ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഈ ടെൻഡറുകൾ ഇരിക്കുന്ന കൂട്ടത്തിൽ ചേട്ടനും കൂടെ ചെന്നിരുന്നു. സമാധാനമല്ല. എത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയാലും ഞാൻ ഇരിക്കുന്ന ഈ കസേരയിൽ ഇരിക്കാന്ന് വ്യാമോഹിക്കണ്ട. എന്റെ സ്വഭാവം പിന്നെന്തോന്നു, ഞാൻ വെറും ചന്തയാണ്. അതറിയാലോ. പിന്നെ പ്രതിപക്ഷം നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ നമ്മുടെ പയ്യൻ കലക്കാണല്ലോ ചാലക്ക. ചാലക്കന്റെ കയ്യിലൊന്ന് ഏത് കരിക്കട്ടയും കൽക്കണ്ടോന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. കിള്ളിത്തറ മുതൽ കുരിശടി വരെയുള്ള 12 കിലോമീറ്റർ ടെൻഡറിൽ അഴിമതി നടന്നിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണം. എന്ത് കോപ്പ് തെളിവുണ്ടായിട്ട്? തെളിവുണ്ടോ? വെറുതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. തെളിവ് ഞങ്ങൾ വിജിലൻസ് കൊടുത്തോളാം. അഴിമതിയാണ്, അഴിമതിയാണ്, ഭരണം മുഴുവൻ അഴിമതിയാണ്. അഴിമതി വീര പ്രസിഡന്റ് രാജിവെച്ച് പുറത്തു പോകും. ഹലോ, കട്ടായോ? ഒരു തരത്തിലുള്ള അന്വേഷണവും സമ്മതിക്കരുത്. അതെന്താ? അന്വേഷിച്ച പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വരും. എന്തിന്? ആ റോഡ് പണിയിൽ പാർട്ടി കാശ് വാങ്ങിച്ചിട്ടുണ്ട്. എപ്പോ? അങ്ങോട്ട് പറഞ്ഞ കേട്ടാ മതി, ഇങ്ങോട്ട് ചോദ്യം വേണ്ട. പ്രസിഡന്റ് സ്ഥാനം പോവാതിരിക്കണമെങ്കിൽ ആ ചർച്ച അവസാനിപ്പിക്കണം. അതിനുള്ള വഴി ആലോചിക്കണം. അഴിമതി വീര പ്രസിഡന്റ് രാജിവെച്ച് പുറത്തു പോകൂ. അഴിമതി വീര പ്രസിഡന്റ് രാജിവെച്ച് പുറത്തു പോകൂ. അഴിമതി വീര പ്രസിഡന്റ് രാജിവെച്ച് പുറത്തു പോകൂ. കൊല്ലടാ, എല്ലാം കൂടെ എന്നെ അങ്ങ് കൊല്ലേ. അറ്റാക്ക് വന്ന് കുത്തിക്കട്ടിയ നെഞ്ചായത്. എല്ലാം കൂടെ ടെൻഷൻ അടുപ്പിച്ച് ഇതങ്ങ് പൊട്ടിക്ക്. കൊല്ലേ വരും. ഇവൻ എന്താ ഈ കാണിക്കുന്നത്? ആരോഗ്യമില്ലാത്തനക്ക് ഈ പണിക്ക് ഇറങ്ങണോ? ബാബു, ജലജേ എണീക്ക്. ഞങ്ങൾ വാക്കോട്ട് നടത്തിയിരിക്കും. ഇനി നിങ്ങളോട് പ്രത്യേകിച്ച് പറയണോ? എണീക്ക് അങ്ങോട്ട്. ഇത് എനിക്ക് എന്ന വടയാ, ഞാൻ അതിൽ അടയാളം വെച്ചിട്ടുണ്ട്. തിലോത്തമ, നീ ഇപ്പോഴാ പ്രസിഡന്റ് ആയത്. താങ്ക്സ് ബാബു. സാരമില്ല. അവന്മാർ തുണി അഴിച്ച് കാണിക്കായിരുന്നു, ഭാഗ്യായി. ഇനി ഒന്ന് ചോറും ഉണ്ടച്ച അവള് നേരത്തെ കയറി കിടന്നു. എന്റെ ജീവിതം ചട്ടിയും കലോ ആയി ചേട്ടാ. ദൈവദോഷം പറയലടാ മോനായി. നിനക്ക് വേറെ പണി എന്തെങ്കിലും വേണ്ടേ? വേണം. അത്രേ ഉള്ളൂ. നിനക്കൊരു പണിയും ഇല്ലാത്തോണ്ട് അവൾ അടുക്കള തിന്നയിപ്പിച്ചു. ചോറും കറിക്കും പുല്ലിങ്ങോ സ്ത്രീലിംഗോ ഒന്നും ഇല്ലടാ. ആര് വെച്ചാലും ചോറും കറിയാ, രുചി ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അത് നീ നന്നായി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെങ്ങനെ അറിയാം? അല്ലെങ്കിൽ ഭർത്താവ് പണിയുന്ന ആലിസ് എന്നേ നിന്നെ പറഞ്ഞു വിട്ടേനെ. പേടിച്ച് നിക്കണ്ട ചേട്ടാ.
വേണു പണി തുടങ്ങിയല്ലോ. ഒഴിച്ചോ. എന്തൊക്കെയുണ്ട് ജേക്കപ്പെട്ട സ്പെഷ്യൽ? ബച്ചനെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. എടാ വേണുവേ, ഒരെണ്ണം അടിച്ചിട്ട് പോടാ. ഒരു മിനിറ്റ്. ആക്ച്വലി ഒരു ബച്ചൻ രേഖ ലവ് സ്റ്റോറി ആണല്ലോ. ആര് പറഞ്ഞടാ സോഡ കഴിക്കാൻ? ഇത്തിരി തണുപ്പ് കിട്ടിക്കോട്ടെ ചോദിച്ചാൽ തണുപ്പിക്കാൻ നീ ഫ്രിഡ്ജാ? എന്റെ പൊന്നു സാറേ, കുടിക്കാൻ വെള്ളം, കുളിക്കാൻ വെള്ളം, ഇവിടെ അടിക്കാൻ വെള്ളം, ഇതൊക്കെ കൃത്യമായിട്ട് തരുന്നത് എന്നെ അടിമയായിട്ട് കാണല്ലേ, ഒരു പ്ലംബറായിട്ട് കാണും. ബീവറേജ് ഇപ്പൊ ക്യൂ നിൽക്കാൻ മാത്രമേ ഉള്ളേ, അത് മറക്കണ്ട. ക്യൂവിന്റെ കാര്യം മറന്നു. നമ്മുടെ പയ്യനല്ലേ ഇത്? വെള്ളമാണോ? ഇതാ. ഓ, ഈ സിസിലി ചേച്ചിയുടെ മസാല ഒരു രക്ഷയില്ല കേട്ടോ. അതേടാ, നല്ല മസാല. ഇതിന്റെ കൂട്ട് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറയണേ. നീ വീട്ടിലുള്ള മസാല കൊണ്ട് സംതൃപ്തിപ്പെട്ടോ, ആ രുചിയൊക്കെ മതി. അല്ല ഞാൻ ചുണ്ടിന് ഏറ്റവും രുചിയുള്ള എന്തോന്ന് പറയാം? ചുണ്ടില് മോനെ കറിയടാ. സിഗരറ്റിന്റെ കറ. പോടാ. അല്ലേ ചുണ്ടിന്റെയാണ് ചോദിച്ച, പല്ലിന്റെ അല്ല. ചുണ്ടിൽ എന്താണ് പിന്നെ? നല്ല നെയ്യുള്ള ചാള. ചാള ചുണ്ടിന്. അതല്ലേ ടെലികോമിൽ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞൊരു കാര്യമില്ല, വിവരം വാങ്ങിക്കാൻ കിട്ടൂല. സാറേ ഞാൻ പറയട്ടെ? എന്നാ പറ. അല്ലെങ്കിൽ വേണ്ട, ഉന്നച്ച സാറ് പറയും സാറേ, പറയ്. കിടക്കാൻ പോവേണ്ട. ചുണ്ടിന് രുചിയുള്ള ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ, ചുംബനം. കറക്റ്റ്. അപ്പൊ ഇതൊക്കെ ഉള്ളിലുണ്ടല്ലേ? ഇപ്പൊ ഉള്ളിലേ ഉള്ളൂ. ഹലോ അളിയ, ജോസ്മോനാ? ആ, നീയായിരുന്നോ? ഞാൻ രാവിലെ മുതല് 10-15 തവണ വിളിച്ചിരുന്നു. 15 അല്ല, 7 പ്രാവശ്യം ഈ ഫോണിലോട്ട് കോൾ വന്നിട്ടുണ്ട്. ഓ, അപ്പോ എണ്ണിക്കൊണ്ട് എടുക്കാതിരുന്നാലേ? അതേടാ, നീയൊക്കെ ആണ്ടോടാണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോ ഓരോ പുതിയ സിം കാർഡ് വാങ്ങിച്ച് അതിലോട്ട് കുത്തി കയറ്റുമല്ലോ. വിളിക്കുമ്പോ എഴുതി വരും ജോസമാണെന്ന്. ഇവിടെ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ ആരാന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കണം. അതാ സാമാന്യ മര്യാദ. മനസ്സിലായി, എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക്, സോറി. പിന്നെ ഞാനേ, ഇനി നീ പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം. തൽക്കാലം സംസാരിക്കാൻ സമയമില്ല. ഹലോ അളിയ. എടുത്തിട്ടുണ്ടെന്ന് എന്റെ ചേട്ടാ. ഒച്ചവെക്കല്ലേ എടുത്തിട്ടുണ്ട്. കൂമ്പിനിട്ട് ഒറ്റ ഇടിയടിച്ചെന്നാണ്ടല്ലോ ചില ആക്രി കച്ചവടക്കാരെ പോലെ. കുപ്പി പാത്രം. കുപ്പിയും പാത്രം ഇല്ലെങ്കിൽ ആ തള്ളകത്ത് കയറ്റത്തില്ല, അതിന്റെ ടെൻഷനാ. നീ ഇവിടെ നിൽക്കണ്ട, പപ്പുവാം. എന്ത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത്? സിസിലിക്ക് എളുപ്പം മൂത്രചക്ക ഉണ്ടാവാൻ. നടക്കിലല്ലേ ഇരിക്കുന്നേ? തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചു എളുപ്പം ഉണ്ടാകാൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സിസിലി. ഞാൻ ഇതല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ക്യൂ ഉണ്ടാക്കി വെച്ചത്. എന്തിനാ? എപ്പോഴും കയറാം. എന്താ എന്താ അഭിഷേക് പറഞ്ഞത്? എടതി, അത് എന്റെ നാവ് പിടിച്ചതാ. വർഷയുടെയും അവിടെ അമ്മയുടെയൊക്കെ അഹങ്കാരം കാണുമ്പോ ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. ഇതിപ്പോ തീരും. എനിക്ക് ന്യൂസ് കാണണം. എനിക്ക് ബാക്കി കൂടി കാണണം. ബാക്കിയൊന്നുമില്ല. ഇപ്പോഴും കരച്ചിൽ, ഇത് കഴിഞ്ഞാലും കരച്ചില്. ഈ പെണ്ണുങ്ങളുടെ കരച്ചിൽ കാരണം വീട്ടിൽ കയറാൻ പറ്റാതെ. അതെ, നിങ്ങൾക്കൊക്കെ കള്ളു കുടിക്കാം, ചീട്ട് കളിക്കാം, തോന്നിയിടത്തൊക്കെ പോവാം, തോന്നുന്നതൊക്കെ ചെയ്യാം. നിങ്ങൾക്കൊക്കെ എന്നും ആഘോഷം. ഞങ്ങൾക്ക് ആഘോഷിക്കാനും കണ്ടുകൊണ്ടിരിക്കാനും ഈ കണ്ണീര് മാത്രമേ ഉള്ളൂ. അതിന് സമ്മതിക്കില്ലെന്ന് വെച്ചാ ജോസ്മോൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിന് കുഴപ്പമില്ല. വിളിച്ചില്ല എന്ന് പറഞ്ഞ് ബഹളം. എല്ലാത്തിനും കുറെ ന്യായങ്ങളുണ്ടല്ലോ. ഫെയർനെസ് ക്രീമിനൊന്നും ഒരു വെളുപ്പില്ല. എടി, നിനക്ക് നേരത്തെ എണീറ്റ് ഇതൊക്കെ ഒന്ന് ശരിയായിക്കൂടെ? നേരത്തെ ഉറക്കിയാലല്ലേ നേരത്തെ ഉണരാൻ പറ്റൂ. എന്നിട്ടിപ്പോ ഓ, എന്റെ കുഴപ്പമാണോ? നീ ഇങ്ങോട്ട് വന്നേ. രാവിലെ തന്നെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ വെറുതെ മൂടാക്കി. അയ്യോ, ലേറ്റായി. ലേറ്റ് ആയിക്കോട്ടെ. നീ പെട്ടെന്ന് 5 ഡയലോഗ് പറഞ്ഞപ്പോ ഞാനങ്ങ് റൊമാൻറ്റിക് ആയി പോയി. ചില നേരത്ത് നിന്റെ സൗണ്ട് കേട്ടാ മതി. ഇനി അങ്ങോട്ട് പെട്ടെന്ന് ഞാനിന്ന് ഓഫീസിൽ പോയിരുന്നല്ലോ. അയ്യോ, ഓഫീസിൽ ഒരുപാട് പണിയുണ്ട്. ഞാൻ വൈകുന്നേരം നേരത്തെ വരാം. ഓക്കെ, ശരി, ബൈ. ബൈ. ആനിയമ്മേ, അല്ല ഇതെവിടെ പോയതാ? മാർക്കറ്റില്. ബാഗിനകത്ത് മീനാ? അതെ, നല്ല മാന്തലും കൊഞ്ചും കിട്ടിയേച്ചി. ഭയങ്കര വിലയാ. എന്റെ മോനായി, ഈ ബാഗ് നാറില്ലേ?
മറ്റാരെങ്കിലും കണ്ട് ഞാൻ നാർന്നേലും ഭേദമല്ലേ ചേച്ചി ബാഗ് നാർന്നത്. പോട്ടെ ചേച്ചി, ചെന്നിട്ട് വേണം വല്ല ഉണ്ടാക്കാൻ. ഇതെന്ത് പറ്റി? ഉറക്കായിരുന്നോ? പുള്ളിക്കാരനും പിള്ളേരും പോയി കഴിഞ്ഞപ്പോ ഞാൻ സെറ്റിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അതെ, ഞാൻ വിളിച്ചതേ നമുക്കൊന്ന് സൂസന്റെ ബ്യൂട്ടി പാർലർ വരെ ഒന്ന് പോയാലോ? കണ്ണാടി നോക്കുമ്പോ ആകെ ഒരു വിഷമം. എങ്ങനെ ഇരുന്ന ഞാനില്ല ഗിരി ചേച്ചി, ആർക്ക് കാണാനാ? ഇവിടെ ഒരാൾ എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് മാസങ്ങളായി. അയ്യോ, ഇവിടെ എന്റെ മുഖത്തേക്ക് നോക്കാറില്ല. ഇത് നമ്മൾ രണ്ടാളുടെ കാര്യം മാത്രമൊന്നുമല്ല, ഈ കോളനിയിലെ മിക്ക പെണ്ണുങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാ. ആരും ആരോടും പറയണില്ല, അത്രേ ഉള്ളൂ. ചെല്ല്, ഉന്നച്ച സാറായിരിക്കും. ഹലോ അങ്കിളാ മോളെ. മനസ്സിലായി. ഹനിയമ്മയ്ക്ക് അവിടെ ബോറടിയാന്ന് എനിക്കറിയാം. അതുകൊണ്ട് അയ്യോ, എനിക്ക് അടുക്കള കുറച്ച് ജോലി ഉണ്ടെങ്കിലേ വെക്കട്ടെ. കുറെ ബോറന്മാരും ബോറടി മാറ്റാൻ നടക്കും.